കാട്ടാക്കട ടൗണിൽ ഓട്ടോറിക്ഷ ഓടുന്ന കുറച്ച് സുഹൃത്തുക്കളെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. എങ്ങനെയാണ് തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെ വികസനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നേട്ടങ്ങളെക്കുറിച്ച് വിലയിരുത്താന്ന് വെച്ചാൽ IB സതീഷ് MLA കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ വികസനവും, താലൂക്ക് ആശുപത്രി എടുത്താൽ ശരി, കോടതി സമുച്ചയം എടുത്താൽ ശരി, ഫുള്ള് വികസനത്തിൻ്റെ ഇത് തന്നെ. ഇപ്പം നഗര വികസനമായിരുന്നാലും എല്ലാവർക്കും പൈസ കൊടുത്ത് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലെല്ലാം ഇതാവും. ഫുള്ള് വികസനം ചെയ്തുകൊണ്ടിരിക്കുന്ന MLA ആണ്. കാട്ടാക്കടയ്ക്ക് ഒരിക്കൽ കൂടെ വരണമെന്നാണ് ഞങ്ങളെയൊക്കെ അഭിപ്രായം. കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് ഒരു കാട്ടാക്കടക്കാരൻ എന്ന നിലയിൽ താങ്കൾ വിലയിരുത്തുന്നത്? കാട്ടാക്കടയുടെ തെരഞ്ഞെടുപ്പ് ഇപ്പം ശക്തമാണ്. അതായത് ത്രികോണ മത്സരമായിരിക്കാനാണ് സാധ്യത. കഴിഞ്ഞ 2 പ്രാവശ്യം കൊണ്ട് LDF സ്ഥാനാർത്ഥിയാണ് ഇവിടെ, നമ്മുടെ MLA LDF സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരുപാട് വികസനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. പക്ഷേ അത് എത്രത്തോളം ജനങ്ങളിൽ എത്തിയിട്ടുണ്ട്, അത് ജനങ്ങൾക്ക് എത്രത്തോളം ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് ജനങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം അത് എത്രത്തോളം പ്രായോഗികമാണെന്നുള്ളതൊക്കെ നമുക്ക് ഒന്നും കൂടി കാണേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അടുത്തിനി വരുന്ന ഇലക്ഷനിൽ ഈ വരുന്ന ഇലക്ഷൻ എന്തായിരുന്നാലും ഇവിടെ ഒരു ത്രികോണ മത്സരം തന്നെ ആയിരിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നാലും BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്നാലും കൃഷ്ണദാസേട്ടനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2 പ്രാവശ്യം കൊണ്ട് ഇവിടെ മത്സരിച്ച് 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ്. അവർക്കിപ്പം വളരെ പ്രതീക്ഷയാണ് ഈ പ്രാവശ്യം അവർ ഈ മണ്ഡലം പിടിക്കുമെന്നുള്ളത്. അവർ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അവരുടെ തെരഞ്ഞെടുപ്പ് കാര്യമായിരുന്നാലും പ്രചരണമായിരുന്നാലും തുടങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയും പ്രചരണത്തിലോട്ട് ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ആര് വന്നാലും ശരി, നമുക്ക് ഇവിടെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വേണ്ടത് ഇവിടുത്തെ കാട്ടാക്കട ടൗൺ വികസനമാണ്. ഓരോ പ്രാവശ്യവും ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൗൺ വികസനമായിട്ട് വരും, ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകും. ഇലക്ഷൻ കഴിയും, പ്രഖ്യാപനം കഴിയും, ഫലം വരും, അതോടുകൂടി ആ വഴിക്ക് അങ്ങ് പോകും. പിന്നെ ഇവിടെ ഒരു വികസനവും ഇല്ല, ഒന്നുമില്ല. എൻ്റെ ഒരു ഓർമ്മയിലാണെന്നുണ്ടെങ്കിൽ 10-25 വർഷത്തിന് മുമ്പ്, 25 വർഷമല്ല അതിനും മേളിലായി കാണുമായിരിക്കും, കാർത്തിയൻ സാറ് ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഇവിടെ ഒരു വികസനമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് അപ്പോഴും ഇവിടെ വ്യാപാരികളുടെയൊക്കെ ഒരു ഇടപെടൽ മൂലം ആ സമയത്ത് അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതിനുശേഷം പിന്നെ അത് ഇങ്ങോട്ട് ഇതേവരെ ഈ നിമിഷം വരെ നടന്നിട്ടില്ല നഗരവികസനം എന്നുള്ളത്. എങ്ങനെയാണ് കാട്ടാക്കടയുടെ നിലവിലെ വികസനം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ? കാട്ടാക്കടയിൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കാട്ടാക്കടയിൽ നടന്നിട്ടുണ്ട്. കാട്ടാക്കട മണ്ഡലത്തിലെ ഏറെക്കുറെ റോഡുകളും BMBC നിലവാരത്തിലേക്ക് വന്നു കഴിഞ്ഞു. കഴിഞ്ഞ തവണ പഞ്ചായത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന റോഡുകൾ പോലും PWD ഏറ്റെടുത്തുകൊണ്ട് BMBC നിലവാരത്തിൽ നല്ലവണ്ണം അതിൻ്റെ ഒരു ലിസ്റ്റൊക്കെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് 2 ടേൺ IB സതീഷ് മത്സരിച്ചു, വിജയിച്ചു. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് കാണുന്നത്? വരാൻ വരുന്ന തെരഞ്ഞെടുപ്പും IB അല്ലാതെ മറ്റാര് എന്നുള്ളൊരു ചോദ്യമാണ് കാട്ടാക്കടയെ സംബന്ധിച്ച്. ഇപ്പം 3ാം വട്ടമാണ് അദ്ദേഹം ജനവിധി തേടുന്നത്. ആദ്യത്തെ തവണ ഒരു 700 വോട്ടിനാണ് ജയിച്ചത്. 2ാമത്തെ കഴിഞ്ഞ തവണ 23,000 ചില്ലുവാനം വോട്ടിന് കഴിഞ്ഞ തവണയും ജയിച്ചു. അപ്പം വീണ്ടും IB തന്നെ ഇത്തവണയും ജയിക്കും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇവിടെ ഇപ്പോൾ 3ാമത് മത്സരിക്കുന്ന സതീശൻ, IB സതീശൻ എന്ന് പറയുന്ന നിലവിലെ MLA, പിന്നെ കുറേ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പാറപ്പുറത്ത് ആളുകൾ കയറി കാറ്റുവെള്ളം കയറണമെന്ന് പറയുന്നത് കാട്ടാക്കട സിറ്റി വികസനം നടത്താതെ ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയ പോകൃത്തരമാണ്. സിറ്റി വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് ശക്തൻ MLA സ്പീക്കർക്കായിരുന്നപ്പോൾ അനുവദിച്ച ഫണ്ട് മുഴുവനും വിനിയോഗിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതനുസരിച്ച് കാര്യങ്ങൾ നടത്തിയിരുന്നെങ്കിൽ സിറ്റി വികസനം ഉണ്ടാകുമായിരുന്നു. മറിച്ച് ഇവിടെ കല്ലിടുക, പരിശോധിക്കുക, വീണ്ടും പ്ലാൻ എടുക്കുക, വീണ്ടും പരിശോധിക്കുക, കല്ലിടുക, അന്വേഷിക്കാൻ വരിക, നോക്കിയിടുക, ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നതല്ലാതെ സിറ്റി വികസനം എന്ന് പറയുന്ന പരിപാടി നടത്തിയിട്ടില്ല. അപ്പോൾ മലയൻകീഴില്ല, കാട്ടാക്കടയില്ല, പേയാടില്ല, ഇതെല്ലാം വികസിപ്പിക്കുന്നതാണ് MLAയുടെ പ്രധാന വാഗ്ദാനമായിരുന്നത്. പക്ഷെ അത് ചെയ്തില്ല. കാട്ടാക്കടയിലെയും സമീപ മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ അഭിപ്രായങ്ങളും അവരുടെ ആശങ്കകളും ഉത്കണ്ഠകളുമൊക്കെ അവർ തുറന്നു പറയുകയാണ്. വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ കാട്ടാക്കട നിന്നും ലാലഴകം തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നല്ല നമസ്കാരം.